A+Q സ്വാഗതം. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണമായും എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ഒരു എപ്പിസോഡാണ്. ദയവായി നിങ്ങൾ പൂർണ്ണമായും കാണണം, സ്കിപ്പ് ചെയ്യരുത്. ക്രെഡിറ്റ് കാർഡ് ഉള്ളവരും കാണുക, ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ഇത് കാണുക. ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇത് കാണുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ, ദോഷമൊന്നുമില്ല. ഷെയർ ചെയ്യാൻ മടിക്കരുത്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ വാക്ക് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഉപയോഗവും. കടം ക്രെഡിറ്റായി നമുക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ കടമായി നമുക്ക് തരുന്നു. നമുക്ക് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ക്രെഡിറ്റ് കാർഡ്. നമ്മൾ ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ അത് ശരിക്കു പറഞ്ഞാൽ അതിന് ഉപയോഗം വളരെ 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 കൂടുതലാണ്. പക്ഷേ അവർ തരുന്ന ഒരു പീരീഡുണ്ട്, അതിനുള്ളിൽ നമ്മൾ ഈ തുക തിരിച്ചടയ്ക്കണം. അങ്ങനെ തിരിച്ചടച്ചില്ലെങ്കിൽ മാത്രമേ അതിൻ്റെ മേൽ ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇല്ല, ആ പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അതിന് 0 ഇൻട്രസ്റ്റാണ്, ഒരു ഇൻട്രസ്റ്റുമില്ല. അതുകൊണ്ട് ഇത് വലിയ ഗുണം ചെയ്യും. അടിയന്തര ഘട്ടത്തിൽ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ പേഴ്സിൽ ഉണ്ടായിരുന്നാൽ നിങ്ങളൊരു സിനിമയ്ക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് തോന്നുമ്പോൾ കാശില്ലെങ്കിലോ, ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ഡ്രസ്സ് എടുക്കുമ്പം കാശില്ലാതെ വന്നാലോ, അതേപോലെ ഏതെങ്കിലും KSRTCയിലോ മറ്റോ നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ കാശില്ലാതെ വന്നാലോ, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളെ പണം പോക്കറ്റടിച്ച് പോയാൽ, ക്രെഡിറ്റ് കാർഡ് നിങ്ങളെ കൈവശമുണ്ട് പക്ഷേ പണം പോക്കറ്റടിച്ച് പോയാലോ, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒരു ഹോട്ടൽ പേയ്മെൻറ്റ് നടത്തേണ്ടി വന്നാലോ, റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ ലോഡ്ജിലോ ഒക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടി വന്നാലോ ഇത് ഉപയോഗിക്കാം. പക്ഷേ അത് കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചടയ്ക്കാതെ വന്നാൽ ഇൻട്രസ്റ്റ് മാത്രമല്ല, നമുക്കതിൻ്റെ ക്രെഡിറ്റ് സ്കോറിലും കുറവുണ്ടാകും. ഇപ്പോൾ ക്രെഡിറ്റ് സ്കോറിൽ കുറവ് വന്നാൽ നമ്മളെ ക്രെഡിറ്റ് റിപ്പോർട്ടിനകത്ത് അതെല്ലാം വരും. അങ്ങനെ വന്നാൽ പലപ്പോഴും നമുക്ക് പല ലോണുകളും കിട്ടാതെ പോകുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പുതിയ ബാങ്കിങ്ങിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾക്ക് ലോൺ കിട്ടിയില്ലെങ്കിലും ലോൺ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് ലോണും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൃത്യമായും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കൃത്യമായും റീപേയ്മെൻറ്റ് നടത്തുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നമ്മളെ ക്രെഡിറ്റ് സ്കോർ കൂടാനും അതിനനുസരിച്ച് ബാങ്കിൽ നിന്നും പിന്നീട് എടുക്കുന്ന ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ കുറഞ്ഞ് കിട്ടാനും നമ്മൾ അവരുടെ ഒരു ബെസ്റ്റ് കസ്റ്റമറായി മാറാനും എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ മുന്നോടിയായിട്ട് പറയുന്നത്, നിങ്ങളൊരു ഹൗസിംഗ് ലോണോ മറ്റോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു വയ്ക്കുക. എടുത്തു വച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസിങ്ങും മറ്റും നടത്തുക. കൃത്യമായും ആ സമയത്തിന് മുമ്പ് തന്നെ അത് തിരിച്ചടയ്ക്കുക. അങ്ങനെ ആ തുക തിരിച്ചടച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെട്ട് നിൽക്കും. നിങ്ങൾ ലോണിന് പോവുകയാണെങ്കിൽ ബാങ്കുകൾ യാതൊരു ഒബ്ജക്ഷനും പറയാതെ നിങ്ങൾക്ക് ലോൺ തരും. കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ നിങ്ങൾ വളരെ മെച്ചപ്പെട്ട സ്കോർ നിലവാരം പുലർത്തുന്നു. ക്രെഡിറ്റ് കാർഡിൻ്റെ എടുക്കപ്പെട്ട തുക നിങ്ങൾ കൃത്യമായും തിരിച്ചടയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അറിയുക, ഈ ക്രെഡിറ്റ് കാർഡ് ഒരു താൽക്കാലികമായി നമുക്ക് നൽകുന്ന ഒരു കടമായി നൽകുന്ന ഒരു തുകയാണ് കാർഡ് വഴി നമുക്ക് ബാങ്കിൽ നിന്നും ലഭിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആർക്കൊക്കെ ക്രെഡിറ്റ് കാർഡ് കിട്ടും? ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ്? എത്ര തുക വരെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പണത്തിൻ്റെ വിനിമയം, ട്രാൻസാക്ഷൻ നമുക്ക് നടത്താൻ പറ്റും? നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് നമ്മുടെ സാഹചര്യം മുഴുവൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലി എവിടെയാണ്, നിങ്ങളുടെ മാസ ശമ്പളം എത്രയാണ്. സാധാരണ അങ്ങനെ ശമ്പളം കിട്ടിയാൽ നിങ്ങളെ കുടുംബ ചെലവ് കഴിച്ച് ബാക്കി എത്ര നിങ്ങളുടെ കയ്യിൽ വരും, മുമ്പ് ഏതെങ്കിലും ലോണുകൾ എടുത്തിട്ട് നിങ്ങൾ റീപേയ്മെൻറ്റ് നടത്താത്ത വ്യക്തിയാണോ, ഇതെല്ലാം തന്നെ അവർ നോക്കിയതിന് ശേഷമാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അവർ തീരുമാനിക്കുക. അതായത് എത്ര തുക വരെ നിങ്ങൾക്ക് ക്രെഡിറ്റ് മുഖേന നിങ്ങൾക്ക് തരാൻ കഴിയും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് തരുന്നത് സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻ വേണമെങ്കിലും റേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഒരു മാസത്തിൽ ഒരിക്കൽ തന്നെ കൃത്യമായും ഇതിൻ്റെ ഒരു ബില്ല് നമുക്ക് കിട്ടും. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ ബില്ല് കിട്ടും.
അതിൽ തന്നെ ആ ഡ്യൂ ഡേറ്റ് എന്ന് ഈ തിരിച്ചടവ് നടത്തണം എന്നും പറഞ്ഞിരിക്കും. അപ്പോൾ ആ ഡ്യൂ ഡേറ്റിൻ്റെ ദിവസം തൊട്ട് തലേന്ന് തന്നെ കൊണ്ടങ്ങ് അടച്ചേക്കുക, നമുക്ക് ക്രെഡിറ്റ് വഴി നമുക്ക് ഉപയോഗിച്ച തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ ആ ക്രെഡിറ്റ് സ്കോറ് നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും. ഇതിനെ സംബന്ധിച്ച് ക്രെഡിറ്റ് കാർഡിൻ്റെ മെരിറ്റുകൾ വളരെ കൂടുതലുണ്ട് കേട്ടോ, അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമതായി നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ആരുടെയും കാല് പിടിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. ബാങ്കുകൾ ഒരു സുഹൃത്തിനെ പോലെ നമുക്ക് തുക തരുന്നു, നിശ്ചിത സമയത്തിനുള്ളിൽ പലിശ പോലും ഇല്ലാതെയാണ് തരുന്നത്. നമ്മൾ ആ സമയത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ മതി. അങ്ങനെ അടച്ചില്ലെങ്കിൽ പലിശ വരും. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു. രണ്ടാമത്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തിരിച്ചടവുള്ളവർക്ക് ചില പോയിൻ്റ്, റിവാർഡുകൾ എന്നിവയെല്ലാം കിട്ടും. ഇത് നമുക്ക് പലപ്പോഴും പല മൈലേജുകൾ ഉണ്ടാവാം. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അവർ തന്നെ പറയും, ഈ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ 10% ക്യാഷ് ബാക്ക് തരാം, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിൻ്റ്, റിവാർഡ് പോയിൻ്റ് തരാം എന്നെല്ലാം പറയും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. നിങ്ങൾ ഓൺലൈൻ പർച്ചേസൊക്കെ നടത്തുമ്പോൾ ഇത് വലിയ പ്രയോജനം ചെയ്യും. ആമസോണിൽ നിന്നൊക്കെ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ അവർ തന്നെ പറയും, ഈ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ ഇത്ര ശതമാനം നിങ്ങൾക്ക് പോയിൻ്റ് കിട്ടും, ബോണസ് പോയിൻ്റ് കിട്ടും എന്നുള്ളത് പറയും. അത്രയും തുക നിങ്ങൾ കുറച്ച് കൊടുത്താൽ മതി. ചില ക്രെഡിറ്റ് കാർഡ് ഉടമകളൊക്കെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി അവരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ പൈസ കൊടുക്കുകയാണെങ്കിലും അവർക്ക് ഇതിൻ്റെ പോയിൻ്റ് ബെനഫിറ്റ് കിട്ടും, അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ കൃത്യമായും തിരിച്ചടവും വരും. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഉപകാരപ്പെടുകയും ചെയ്യും. നിങ്ങൾ അഥവാ സാധനം വാങ്ങിയില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ആമസോണൊക്കെ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ തന്നെ അവർ മെഗാ സെയിൽ ഓഫർ ചെയ്യും. മെഗാ സെയിൽ സമയത്ത് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ സാധനങ്ങൾ ആവശ്യമായി വരില്ല, നമ്മൾ വാങ്ങാറില്ല. ഈ സമയം നമ്മളെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വേറൊരാൾ വാങ്ങിക്കൊടുത്താൽ നമുക്ക് റിവാർഡ് പോയിൻറ്റുകൾ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. കൃത്യമായ തിരിച്ചടവ് നമുക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് കൊണ്ട്, കാരണം നമ്മുടെ സുഹൃത്ത് അപ്പോൾ തന്നെ നമുക്ക് പേയ്മെൻറ്റ് തരും. ആ പേയ്മെൻറ്റ് നമ്മൾ ഈ നിശ്ചിത പരിധിക്കുള്ളിൽ, സമയപരിധിക്കുള്ളിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾ ഇതിന് ബാങ്ക് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായും നിങ്ങൾ മുന്നോടിയായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് കൃത്യമായ പേയ്മെൻറ്റ് ലെവലിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു പറയാവുന്ന മറ്റ് ചില ഗുണങ്ങളും കൂടി ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് എടുത്ത് മോഷ്ടിച്ച്, നിങ്ങളറിയാതെ ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ആരെങ്കിലും ഒരാൾ അത് ഉപയോഗിച്ചാൽ, ഏതെങ്കിലും സാധനങ്ങൾ അയാൾ പർച്ചേസ് ചെയ്താൽ, നിങ്ങളെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ്, അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ബേജാറാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അത് ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്. ബാങ്ക് ആ തുക അഫോർഡ് ചെയ്തു കൊള്ളും. നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരാൾ ഇത് മോഷ്ടിച്ച് ഉപയോഗിച്ചാലുള്ള കാര്യത്തെയാണ് ഞാനിത് പറയുന്നത്. അതുപോലെ ഇനി ഇതിൻ്റെ മറ്റ് ചില വശങ്ങളുണ്ട്. ഇതിൻ്റെ ഡീമെറിറ്റ് കാര്യങ്ങളിലേക്ക് പോയാൽ പ്രധാനപ്പെട്ടത്, നിങ്ങൾ ഈ പേയ്മെൻറ്റ് ലാപ്സ് വന്നാൽ, കൃത്യമായി നിങ്ങൾ തിരിച്ചടയ്ക്കാതെ വന്നാലാണ് ആദ്യത്തെ കുഴപ്പം വരുന്നത്. അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഡീമെരിറ്റ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. മറ്റൊന്ന്, നിങ്ങൾ കൃത്യമായ ഈ റീപേയ്മെൻറ്റ് നടത്താത്ത പക്ഷം ആ തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വളരെ 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 കൂടുതലാണ് എന്ന് ഓർത്തിരിക്കുക. ഒരു പേഴ്സണൽ ലോൺ അതിന് കൂടുതൽ ഇൻട്രസ്റ്റ്, പക്ഷേ അതിനെയും കവച്ച് വയ്ക്കുന്ന രീതിയിൽ ഇൻട്രസ്റ്റ് വരാം. ഏകദേശം 35% മുതൽ 45% വരെയൊക്കെ ഇതിൻ്റെ മേൽ ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് ഈ മറവി രോഗമുള്ളവർ, കാരണം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനം വാങ്ങി തിരിച്ചടയ്ക്കുന്ന ഡേറ്റൊക്കെ മറന്ന് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ക്രെഡിറ്റ് കാർഡ് ഒരു കുരിശായി അവർക്ക് മാറും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന്, നമുക്ക് ആനുവൽ മെയിൻ്റനൻസ്
ചാർജ് ഉണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കുക. ഈ ബാങ്കുകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗുണം എന്ന് പറയുന്നത്, ബാങ്കുകൾക്കൊരു പ്രത്യേക സ്ഥലങ്ങളുണ്ട്, പ്രത്യേക ചില സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡുമായി ഉപയോഗിക്കപ്പെടുന്ന, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഏത് സ്ഥാപനമാകട്ടെ അവിടെ നിന്നും ബാങ്കുകൾക്കൊരു നിശ്ചിത പെർസെൻറ്റേജ് അവർക്ക് ലാഭമായി കിട്ടും എന്നുള്ളതാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് കാർഡ് വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള ഒരു കാരണം അതാണ് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്, പേയ്മെൻറ്റ് കൃത്യമല്ലാത്തവരിൽ നിന്നും നേരത്തെ പറഞ്ഞ 35 മുതൽ 45% വരെയുള്ള ഇൻട്രസ്റ്റും അവർക്ക് കിട്ടും. വളരെ കൂടിയ ഇൻട്രസ്റ്റ് അവർക്ക് ഈടാക്കാനും കഴിയും എന്നുള്ളതാണ്. ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കൊക്കെ തന്നെ പലപ്പോഴും ഓഫറുകൾ പലയിടത്തു നിന്നും ഉണ്ടാകും. അത് നിങ്ങൾ സമയാസമയങ്ങളിൽ നെറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതും ഓർത്തിരിക്കുക. പല ഓഫറും ചില ബാങ്കുകളുടെ കാര്യം കൃത്യമായും പറയും. ഈ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഇത്ര ആനുകൂല്യം, സിനിമാ തിയേറ്ററിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഇങ്ങനെ ടിക്കറ്റ് നിരക്ക് കുറച്ച് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കണം എന്ന് ഞാൻ പറയും. അതിനെ സംബന്ധിച്ച് കൃത്യമായ റീപേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നവർ അത് എടുക്കുക. ആരുടെയും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപകരിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അതിന് അനുയോജ്യമായ മറുപടികൾ നൽകുന്നതാണ്. ചിലപ്പോൾ സമയക്കുറവ് കൊണ്ട് ചില മറുപടികൾ വൈകുന്നുണ്ട്, ക്ഷമിക്കുക. ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായി എനിക്കിതൊക്കെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. പരമാവധി പാതിരാത്രിയായാലും അത്യാവശ്യം മറുപടികൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരറിയാൻ ഷെയർ ചെയ്യണേ എന്നൊരു അപേക്ഷയുണ്ട്. നന്ദി.